പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മഹർഷിയാണ് അംഗിരസ്. അഥർവമുനിയുമൊത്ത് അഥർവവേദം രചിച്ചതിനാൽ അഥർവവേദത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ കൂടിയാണ് അംഗിരസ്. സപ്തർഷിമാരിൽ വളരെ പ്രധാനിയാണ് ഇദ്ദേഹം. ഒരിക്കൽ ശിവൻ വരുണന്റെ രൂപത്തിൽ ഒരു യാഗമനുഷ്ഠിച്ചു. യാഗത്തിനായി ധാരാളം അപ്സരസുകൾ അവിടെ എത്തിച്ചേർന്നു. അപ്സരസുകളെ കണ്ട് കാമാർത്ഥനായി തീർന്ന ബ്രഹ്മാവിന് രേതസ്ഖലനമുണ്ടായി. ശിവൻ അതിനെ യാഗാഗ്നിയിൽ നിക്ഷേപിച്ചു. ഹോമകുണ്ഡത്തിലെ അങ്കാരത്തിൽ നിന്ന് അഥവാ തീക്കനലിൽ നിന്നും ഒരു കുട്ടി പിറവി കൊണ്ടു. അഗ്നികന്യകയുടെ ഗർഭത്തിൽ നിന്നും അഥവാ അങ്കാരത്തിൽ നിന്നും പിറവികൊണ്ട ആ പുത്രന് ബ്രഹ്മാവ് അംഗിരസ് എന്ന നാമം നൽകി. കൂടാതെ മരീചി, അത്രി, ഭൃഗു, കവി, ബാലക്കില്യർ, അശ്വനി ദേവകൾ, പ്രജാപതി എന്നിവരും ഹോമാഗ്നിയിൽ നിന്നും അംഗിരസിനൊപ്പം പിറവികൊണ്ടവരാണ്. മഹാഭാരതം അനുശാസന പർവ്വത്തിൽ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു.